വചനം പറയുന്നു, ഹൃദയത്തിന്റെ മുറിവുകൾ അവൻ കെട്ടും. ദൈവമക്കൾ സംസാരിക്കുന്ന ഓരോ വചനത്തിനും ശക്തിയുണ്ട്. ഇനിയും കാലം മുൻപോട്ട് പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മെ നിലനിർത്തിയിരിക്കുന്ന ഉറപ്പ് സർക്കാരിന്റെ ഉറപ്പല്ല, പിന്നെയോ സ്വർഗം നിന്നെ വിളിച്ചു എന്ന ഉറപ്പ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആ വചനത്തിന് നമ്മയും നമ്മുടെ സാഹചര്യങ്ങളെയും മാറ്റുവാൻ കഴിയും. ഞാനെന്താ പറഞ്ഞേ? ആ വചനത്തിന് നമ്മയും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെയും മാറ്റുവാൻ കഴിയുക തന്നെ ചെയ്യും. നമ്മിലുള്ള അന്ധകാരത്തെ നീക്കുവാൻ ആ വചനത്തിന് കഴിയും. രോഗം ബാധിച്ച രോഗത്തിന്റെ അടിമത്തത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ രോഗത്തിന്റെ കെട്ടുകളെ അഴിക്കുവാൻ ആ വചനത്തിന് കഴിയും. ആ വചനം അത്ഭുത വചനമാണ്. ആ വചനം നമ്മുടെ അവസ്ഥകളെ മാറ്റുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിന്റെ ബന്ധനത്തിലാണെങ്കിൽ ആ ചങ്ങലകളെ പൊട്ടിക്കുവാൻ വചനത്തിന് കഴിയുക തന്നെ ചെയ്യും. യേശുവാണ് വചനമെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഇന്ന് പകലിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനത്തെ മാറ്റിമറിക്കുവാൻ അനേകർ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. അവനവന്റെ വിശ്വാസത്തിൽ ജീവിക്കുവാനുള്ള ഭരണഘടനയിൽ നമുക്ക് അനുവാദമുണ്ടെങ്കിലും ദൈവവചനം പ്രഘോഷിക്കുന്ന അനേക സ്ഥലങ്ങളിൽ അവരെ പല കാരണങ്ങൾ പറഞ്ഞ് ജയിലറകളിൽ അകത്താക്കി അവര് ദൈവവചനം പറയാതിരിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ അവരുടെ നാവുകളെ ബന്ധിക്കുന്നിടത്ത് അടുത്ത കാലങ്ങളിൽ അവിടെ ദൈവവചനത്തിന്റെ ശക്തി അനേകരിൽ അത് 10, 20, 30, 40, 50 ഇരട്ടിയായി ദൈവവചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുക തന്നെ ചെയ്യും. ചില മുസ്ലിം രാജ്യങ്ങളിൽ യേശുവിനെ അറിയുന്നതും വചനം പ്രസംഗിക്കുന്നതും നിഷേധിച്ചുകൊണ്ടുള്ള അനേകരുടെ ജീവിതം നമുക്കറിയാം. പാലസ്തീനിൽ യാസർ അറാഫത്തിന്റെ സഹോദരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു മനുഷ്യൻ യേശു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശു ആരാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഈ വചനത്തെ മൂടി വെക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരുപക്ഷെ സ്വർഗീയ അഗ്നി ശുശ്രൂഷയുടെ മീറ്റിങ്ങുകളിൽ ആളുകൾ വന്നില്ലെങ്കിലും വചനം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, വരുന്ന നാളുകളിൽ നമുക്ക് വചനം സംസാരിക്കുവാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടാലും വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രവേശിച്ചാൽ നമ്മളിൽ അത്ഭുതം ചെയ്യുവാൻ ആ ദൈവവചനത്തിന് സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനത്തിന് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. മാറ്റമില്ലാത്തതും നമുക്ക് മാറ്റം തരുന്നതും രൂപാന്തരം തരുന്നതുമാണ് ദൈവവചനം. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യങ്ങളിലായിരിക്കുന്നുവോ, ഏത് സാഹചര്യങ്ങളിൽ നിന്ന്, ഏത് കഷ്ടതകളിൽ നിന്ന്, ഏത് ഭാരങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നുവോ, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളും പല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന പല മേഖലകളിൽപ്പെട്ടവരോട് ദൈവവചനത്തെ അടിസ്ഥാനമാക്കി ഞാൻ പറയട്ടെ, ദൈവവചനത്തിന് മതഭേദമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിന് സഭാഭേദമില്ല. ദൈവവചനത്തിന് വിഭാഗീയതയില്ല. ദൈവവചനത്തിന് വർണ്ണവർഗ വ്യത്യാസമില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് തൻ്റെതായ ഒരു മതം സ്ഥാപിക്കാനല്ല, തൻ്റെതായ രീതിയിൽ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കാനല്ല. മനുഷ്യർ ദൈവവചനത്താൽ പ്രകാശിക്കപ്പെടുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗീയഗ്നി ശുശ്രൂഷയുടെ ഓരോ പ്രാർത്ഥനകളിലും ദൈവിക വെളിച്ചം അനേകരുടെ ഹൃദയങ്ങളിലേക്ക് അവർ അനുഭവിച്ച് വിളിച്ചു പറയുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. എന്നിലേക്കൊരു വെളിച്ചം വന്നു എന്ന് പറയാൻ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ എന്ന് കൈപ്പൊക്കിക്കാട്ട്. ജോമോളുണ്ട്, പൊന്നമ്മയുണ്ട്, ഡെയ്സി പകുതി പൊക്കി. സഹോദരങ്ങളെ, ഓരോ പ്രാർത്ഥനയിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.
തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ തന്നെ വിളിച്ചു പറയാണ്, ഒരു വലിയ വെളിച്ചമിനിലേക്ക് വന്നു. ഇന്ന് പകലിലും ആ ദൈവിക വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തെ തൊടും, അത് സ്പർശിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഡോക്ടർമാർ പറഞ്ഞു കാണും ഈ രോഗം മാറത്തില്ല, അല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞു കാണും ഈ സാഹചര്യങ്ങൾ മാറത്തില്ല. അതുകൊണ്ട് അവസാനം അവർ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ദൈവത്തെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല. ഞാൻ പണ്ട് ഇതേ ഹാളിൽ നൂറുകണക്കിന് ആളുകൾ വരുമ്പോൾ ക്രിസ്ത്യാനികളല്ലാത്തവരുടെ തലയിൽ സ്ലീബ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് നേരിട്ട് പറയത്തില്ല, ചില ആളുകൾ പൂച്ചം പറയുമായിരുന്നു, തിരുമേനി ഈ കുരിശ് ഞങ്ങളുടെ മണ്ടയ്ക്ക് വെക്കാനുള്ളതാണ്, ഇത് മറ്റു ജാതിക്കാരുടെയൊക്കെ തലയിൽ വെച്ച് ഇത് ശരിയാകത്തില്ല, ഇത് അശുദ്ധമായി പോയി. കുരിശ് എങ്ങനെയാണ് അശുദ്ധമാകുന്നത്? പ്രിയപ്പെട്ടവരെ, യേശു സകല മാനവജാതിക്കും ഔഷധമായി വന്നവനാണെങ്കിൽ യേശുവിന് മുഖപക്ഷമില്ല, അവന് വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ല. വേദപുസ്തകം പറയുന്നത് ഏത് മനുഷ്യനെയും എന്നാണ്. അവിടെ മത്തായിയും പൊന്നമ്മയൊന്നുമല്ല, അവിടെ ഭാർഗവനും പിന്നെ സരോജിനിയും ഷൗക്കത്തും എല്ലാ ജാതിക്കാരും വരും. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്ന പലർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ പുച്ഛം തോന്നും, എനിക്കറിയാം. കാരണം അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ മാർത്തോമാ ശ്ലീഹ വന്നപ്പോൾ മുങ്ങിപ്പൊങ്ങിയ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. മുങ്ങിക്കോ ഒരു കുഴപ്പമില്ല. പക്ഷെ യേശുവിന് മുഖപക്ഷമില്ല. ഞാനിത് പറയുന്നത് എൻ്റെതായ അഭിപ്രായമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. യോഹന്നാൻ 1:9 പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടേയിരുന്നു. ഇന്ന് പകലിൽ നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് ദൈവം ചോദിക്കുന്നില്ല. നിങ്ങളെ കർത്താവ് അറിഞ്ഞിട്ടാണ് നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ഒരു മനുഷ്യനെയും ദൈവം അറിയാതെ ഇവിടെ കൊണ്ടുവരത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വന്നത് മറ്റുള്ളവരോട് ഈ ശുശ്രൂഷയ്ക്ക് എതിരായിട്ട് പറയാനായിരിക്കും. നിങ്ങളെ കൊണ്ടുവന്നത് ദൈവം തന്നെയാണ്. കാരണം നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ 10 ഇരട്ടിയായി ശുശ്രൂഷയെ കർത്താവ് മാനിക്കാനിരിക്കുന്നു. അത് നിങ്ങൾ കാണാനാണ്. കണ്ടിട്ടും നിങ്ങൾക്ക് മനസാന്തരമില്ലെങ്കിലും വീണ്ടും വന്നു, വീണ്ടും കണ്ടു. ഇതാണ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിട്ടാണ് കർത്താവ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടവരായാലും ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും യേശുവിന് മുഖപക്ഷമില്ല. നിന്നെ തൊടാൻ, നിന്നെ വിടുവിക്കുവാൻ, ദൈവിക പ്രകാശം നിന്നിലേക്ക് അയക്കുവാൻ, ഇരുണ്ടതിന്റെ അവസ്ഥയെ മാറ്റുവാൻ വെളിച്ചമായ കർത്താവ് ഇന്ന് നിന്നെ തൊടുവാൻ വന്നിട്ടുണ്ട്. അവന്റെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയുടെ സാന്നിധ്യം നിന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്നിലെ ബന്ധനങ്ങൾ പൊട്ടിമാറും. കല്ലറകൾ പാർത്തിരുന്നവന് വിടുതൽ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതേ കർത്താവ് കടൽ കടന്ന് അതേ ഗദര ദേശത്തേക്ക് ചെന്നതുപോലെ ഇന്ന് പകലിൽ കർത്താവിന്റെ സാന്നിധ്യം അഗ്നിയായി ഇവിടെ ഇറങ്ങി വരിക തന്നെ ചെയ്യും. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ പേര് ചാർലി എബ്രഹാം. ഞാൻ വളശ്ശേരിക്കരയിൽ നിന്ന് വരുന്നു. എൻ്റെ സഹോദരന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 4 ദിവസം മുമ്പേ അവൻ ബാംഗ്ലൂർ വെച്ച് അവൻ്റെ ഓഫീസിൽ വെച്ച് ഒന്ന് തലകറങ്ങി വീണായിരുന്നു. അപ്പോൾ അതിന് 2 ദിവസം മുമ്പ് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അവനത് അത്ര കാര്യമാക്കിയില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയപ്പോൾ ഡെങ്കു ആണ്. കൗണ്ട് 5000 വരെ അങ്ങ് താന്നു പോയായിരുന്നു. പിന്നെ നേരെ ഐസിയുവിനകത്തോട്ട് കയറ്റിയിട്ട് അവിടെ ഇട്ടേക്ക് പോയായിരുന്നു. അപ്പോൾ കൗണ്ട് എന്ത് ചെയ്താലും കൂടുന്നില്ല അങ്ങോട്ട്. അപ്പോൾ ഞാൻ രാത്രിയിലാണ് അവൻ്റെ മെസ്സേജ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ രാത്രി മെസ്സേജാണ് തിരുമേനിയോട് വോയിസ് മെസ്സേജ് കൊടുത്തായിരുന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞു പേരൊന്ന് പറയാൻ പറഞ്ഞു. തിരുമേനി എന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് 5000 എന്നുള്ളത് കൗണ്ട് 35,000 കയറി. അത് കഴിഞ്ഞിട്ട് നേരെ 90 വരെ വന്നു. 2 ദിവസം ഐസിയുവിനകത്ത് കിടന്നുള്ളൂ. അവനെ ഡിസ്ചാർജ് ചെയ്തപ്പം വീട്ടിലാണ്. അവനെ പ്രാർത്ഥിച്ച തിരുമേനിക്കും പ്രവർത്തിച്ച ദൈവത്തിനും നന്ദി. 5000 കൗണ്ടെന്ന് പറയുന്നത് ഏറ്റവും ലോയാണ്. അത് ജീവന് അപകടകരമായ ഒരവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചത്. ദൈവത്തിൻ്റെ കരുണാമേനയിൽ ദൈവം പ്രദർശിപ്പിച്ചു. അത് 35,000 പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മാറി. വീണ്ടും ഐസിന്ന് മാറ്റാനും ഡിസ്ചാർജ് ചെയ്യാനും ഇടയായി. ദൈവം കൊടുത്ത അനുഗ്രഹത്തിനായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. രണ്ടാമത്തെ ഒരു സാക്ഷി എന്ന് പറയുന്നത്
എൻ്റെ സാക്ഷ്യം തന്നെയാണ്. അത് മനുഷ്യൻ്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും വിശ്വസിക്കാൻ പറ്റാത്ത, എനിക്ക് പോലും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാക്ഷ്യമാണ്. ഞാനത് ഒരു 2-3 പ്രാവശ്യം പറഞ്ഞാണ്, ടി വിയിൽ എല്ലാവരും കണ്ടു കാണും. ഞാൻ തിരുവല്ലയിലെ ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി ഡോറ് ഇടത്തേയും കൊണ്ട് അങ്ങോട്ട് അടച്ചതാണ്. ഈ വിരൽ അതിൻ്റെ അകത്തായി പോയി. ഇവിടുന്ന് മുറിഞ്ഞ് കുപ്പിയുടെ അടപ്പ് തുറക്കുന്ന പോലെ തൂങ്ങിക്കിടക്കുമായിരുന്നു. എല്ല് വെളിയിലായിരുന്നു. അവർ നേരെ എൻ്റെ കമ്പനിയിലെ സ്റ്റാഫൊക്കെ താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് തന്നെ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ അവർ പുഷ്പേരി കൊണ്ട് അഡ്മിറ്റ് ആക്കി തന്നെ. അവിടുത്തെ ഡോക്ടർ, പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്താലും പഴയ പോലെ വിരൽ അനങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, കിട്ടത്തില്ലെന്ന് പറഞ്ഞു, രക്തോട്ടം ഇല്ല, ഞരമ്പെല്ലാം കട്ടായിരിക്കുമെന്ന് പറഞ്ഞു. അവരെ അഡ്മിറ്റാക്കി. അപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് തിരുമേനിയെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ 24 മണിക്കൂർ ഒബ്സർവേഷൻ പറഞ്ഞു. അവർക്ക് വിശ്വാസമില്ല പഴയ പോലെ കിട്ടുമെന്ന്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ചെയ്താലും ഈ വിരൽ അനങ്ങത്തില്ലെന്ന്, ചലനശേഷി കിട്ടത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. വൈകിട്ട് തിരുമേനിയെ വിളിച്ച് പറഞ്ഞു. തിരുമേനി ഫോൺ എടുത്തില്ലായിരുന്നു. പിന്നെ തിരുമേനി എന്നെ തിരിച്ച് വിളിച്ച് കഴിഞ്ഞാൽ ഇന്നോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ തിരുമേനി പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഓപ്പറേഷന് കയറ്റുന്നതിന് മുമ്പ് തിരുമേനി ഒന്ന് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. കൂടെയുള്ള ആളുടെ എന്നിട്ട് ഫോൺ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ രാത്രി വന്ന ഓപ്പറേഷനുള്ള എല്ലാ ഒപ്പിട്ടൊക്കെ കൊടുത്തു. അന്ന് രാത്രിയിലൊരു സംഭവം നടന്നു. ആ സംഭവം ഞാനിപ്പോഴും എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം, ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ സംഭവം എന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ നല്ല മയക്കത്തിൽ കിടക്കുക. അപ്പോൾ വെളുത്ത കുപ്പായമിട്ട ഒരു മനുഷ്യൻ, തോളറ്റം മുടിയുണ്ട്. ഈ ആൾ വന്നിട്ട് നമുക്ക് പുള്ളിയുടെ മുഖം കാണാൻ പറ്റത്തില്ല, കുപ്പായത്തിന് അത്രയ്ക്ക് വെളുപ്പാണ്. ഈ പുള്ളി വന്നിട്ട് ഈ കൈ ഇങ്ങനെ സ്റ്റാൻഡെ കെട്ടി തൂക്കിയിട്ടേക്കോ. ഈ കൈ എടുത്ത് എൻ്റെ നെഞ്ചത്തോട് കുത്തി നിർത്തിയിട്ട് ഈ കെട്ടെല്ലാം അഴിച്ചിട്ട് എന്തൊക്കെയോ ഈ വെള്ളം ചെയ്തിട്ട് അതേപോലെ കെട്ടിച്ചിട്ട് പുള്ളി അങ്ങ് പോയി. ഞാനപ്പോൾ രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിന്നാളുണ്ട് ഇങ്ങനൊരു സംഭവം പറഞ്ഞു. ഇങ്ങനൊരു സംഭവം ഉണ്ട്, എൻ്റെ സ്വപ്നമാണോ എന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അതുവരെ എനിക്ക് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ ചെറിയൊരു ഗ്യാപ്പുണ്ട് ഡ്രസ്സ് ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ. ഞാൻ ഈ വെള്ളം കൊണ്ട് തൊട്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് സ്പർശനം കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് 12 മണിയായപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാനായിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്ക് കൊണ്ടിട്ടു. മെയിൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്ക് ഇട്ടിട്ട് സ്ട്രെച്ചറെ കിടത്തിയിട്ട് അസിസ്റ്റൻറ്റ് വന്നിട്ട് കെട്ടഴിച്ച് നോക്കിയപ്പം ബ്ലഡ് ഓടുന്നുണ്ട്. അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, ലോക്കൽ കുത്തിക്കെട്ട് മതിയെന്ന് പറഞ്ഞു. നേരെ ലോക്കൽ കുത്തിക്കെട്ട് നടത്തി. എന്നിട്ട് അവർക്ക് വിശ്വാസം പോലെ അവർ പറഞ്ഞു ചിലപ്പോൾ പഴുപ്പ് കയറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം 2 ദിവസം കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യാനൊക്കെ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ ഈ വിരൽ ചൂട്ടുപോലെ കരിഞ്ഞിരിക്കുന്നു. ഒരു വേദന, അന്നോട്ട് വേദന എന്ന് പറഞ്ഞ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വിരൽ പഴയ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല, പഴയ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ വന്നതാരായിരിക്കും? യേശുവല്ലാതെ ആര് വരാനാണ്? അപ്പോൾ ആ രൂപം കാണാൻ സാധിക്കാത്ത വിധത്തിൽ അത്ര വെളിച്ചം കാണാൻ പറ്റില്ല. ഭയങ്കര തൂ വെള്ള എന്ന് പറഞ്ഞ വസ്ത്രത്തിൻ്റെ അച്ഛന്മാരുടെ കുപ്പായം പോലെ തൂ വെള്ളയാണ്. ഒരു ദൈവിക സാന്നിധ്യത്തിൻ്റെ ഫലമായി വെറുതെ കണ്ടങ്ങ് പോവുകയല്ല, അതാ പറഞ്ഞ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും. ഈ മകനെ കർത്താവ് തൊട്ടു. ആ കർത്താവ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ കൈക്ക് മാറ്റങ്ങൾ അനുഭവിക്കാനിടയായി. ഡോക്ടർമാർ ലക്ഷങ്ങൾ വാങ്ങി നടത്താനിരുന്ന ഒരു ഓപ്പറേഷനെ 1 സെക്കൻഡ് കൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതാക്കി കർത്താവ് തന്നെ ഒരു ഓപ്പറേഷൻ നടത്തി ആണിപ്പാളിലെ കരം വെച്ച് തൊട്ട് സൗഖ്യമാക്കിയ ഒരു വലിയ അത്ഭുതത്തിൻ്റെ കഥയാണ് ചാർലിക്ക് പറയാനുള്ളത്. ദൈവം അദ്ദേഹത്തെ വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഡോക്ടർ പറഞ്ഞ് 2-ാമത്തെ ദിവസം ഇത് വിരലെ ട്രസ്റ്റ് ചെയ്യാൻ നേരത്തെ മെയിൻ ഡോക്ടർ പറഞ്ഞു നീ ഒരു ഭയങ്കര സംഭവമാണ്. ഞാൻ പറഞ്ഞു സംഭവമല്ല, പ്രാർത്ഥനയുടെ ശക്തിയെന്ന് പറഞ്ഞു. നീ ഒരു ഭയങ്കര സംഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥനയുടെ ശക്തിയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മേടിക്കേണ്ട ബില്ലിനെയും മേടിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമമായിരിക്കും ഡോക്ടർമാർ. എന്നാലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഡോക്ടർമാരുണ്ട്, അവരതിനെ വിശ്വസിക്കും. ചില ഡോക്ടർമാർ തന്നെ സ്വർഗീയജ്ഞ ശുശ്രൂഷയിലേക്ക് ആളുകളെ പറഞ്ഞു വിടാറുണ്ട്. നിങ്ങളവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. എത്ര വലിയ അത്ഭുതമാണ് പ്രിയപ്പെട്ട ഡോക്ടർമാർക്ക് കഴിയാത്തതിനെ ദൈവം സാധിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ അത്ഭുതം നമ്മൾ വെളിപ്പെടട്ടെ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ
നിന്നെ വിളിച്ചവനുമ്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർമൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ. കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ.
കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ, സ്വർപ്പൂരം നീയണയും വരെയും അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഇപ്പം എന്തായാലും അതന്നെ ഒരു മൊത്തം ഫ്രീ ആയി. ഒരു ഇറുക്കമായിട്ടാണ് വന്നത്. ഒരു എന്താ പറയാ, ഒരു ഫ്രീ എന്തോ ശരീരത്തിൽ നിന്ന് വിട്ടു. ഓ ആ ഒരു മുന്നിലോട്ടുള്ളൊരു പ്രതീക്ഷ അങ്ങ് വന്നു. നിരാശയോടെ നിരാശ അങ്ങ് മാറി. ഒരു അടുത്ത പ്രാർത്ഥനയ്ക്ക് വരണ്ടല്ലോ. വരുമോ നിങ്ങൾ അടുത്ത പ്രാർത്ഥനയ്ക്ക്? വരും വരും. ആരെങ്കിലും നിങ്ങളുടെ അടുത്തുള്ളവരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. നിങ്ങൾ ഏത് സഭയിലാണ്? നമ്മൾ RC. അടുത്തുള്ളവരോടൊക്കെ പറയണം ഈ ശുശ്രൂഷയെക്കുറിച്ച് കേട്ടോ. കരയത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. അഫിയ ഹെലൻ, ഹൈമ. എന്താ അനുഭവപ്പെട്ടെ? കണ്ണിലൊരു വെളിച്ചം കണക്ക് വന്ന്, വെളിച്ചം ഒരു പ്രാവിന്റെ രൂപത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടാണ് മിണ്ടാതെ അവിടെ മൂലയ്ക്ക് പോയി ഇരിക്കുന്നത്. ആദ്യമായിട്ട് വരില്ലേ? എങ്ങനെ TV-യിൽ അച്ഛൻ പറഞ്ഞിട്ടാണ് വന്നത്. അച്ഛൻ കണ്ട് അങ്ങനെ എൻ്റെ അച്ഛൻ കണ്ടിട്ടാണ്. അരുവിക്കര. അച്ഛൻ്റെ വീട് പാലോട്. ഞാൻ ബസ്സിൽ കണ്ടക്ടറാണ്, പ്രൈവറ്റ് ബസ്സിൽ. എന്താ പറഞ്ഞ വെളിച്ചം? പ്രാവിന്റെ രൂപത്തിൽ. പിന്നെ ഒന്നും ഓർമ്മയില്ല. എൻ്റെ കണ്ണിന് നേരെ ഒരു വെളിച്ചം. ഞാനൊന്നും കഴിച്ചില്ല, എന്നിട്ട് എനിക്ക് ശബ്ദമൊന്നും പോയില്ല. ചോറ്, മീന്, അവിയല്, തോരൻ. അല്ല. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ യേശുവിന്റെ നാമത്തിൽ ജയം. നടുവേദന മാറും പോലെ തോന്നി. നടുവേദന 5 വർഷമായി. എത്ര കിലോ വെയിറ്റ് ഉണ്ട്? 100 കിലോ വെയിറ്റ് ഉണ്ട്. ഒന്നുകൂടെ കുഞ്ഞാ നോക്കിയേ. എന്ത് ജോലി ചെയ്യുന്നേ? ഞാൻ കമ്പനിയിൽ മെക്കാനിക്. അപ്പാ നിന്റെ കരം, നിന്റെ ആണിപ്പാടുള്ള കരം ഇവനെ തൊടണമേ അപ്പാ. വീണ്ടും 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 ദൈവശക്തി നിലയായിരിക്കട്ടെ. വെളിച്ചം കണ്ടപ്പോൾ തലയ്ക്കകത്ത് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയി. തലയ്ക്കകത്തുനിന്ന് വലിയൊരു ഭാരം. ഇത്രയും കൊച്ചു പ്രായത്തിൽ എന്തൊരു ഭാരമാ തല വെച്ചത്. നല്ല റിലീഫായി. വലിയ വെളിച്ചം. പരിശുദ്ധ ദൈവമേ സ്തോത്രം. നിന്റെ മക്കളെ ദൈവകരത്തിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങൾ കർത്താവെ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾക്കായി, അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പോൾ, അവിടുത്തെ പോലെ ഒരു ദൈവമില്ല. അവിടുന്നാണ് സകലതും. അവിടുന്ന് സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവമാകിയാൽ സ്തോത്രം. ഇപ്പോൾ കർത്താവെ പലവിധമായ വേദനകൾക്കുള്ളിലായിരിക്കുന്ന മക്കളെ ദൈവകരത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ക്രൂശിലെ പരിശുദ്ധ രക്തം അവരുടെ മേൽ ഒഴുക്കണമേ. അവർക്ക് അസഹനീയമായ വേദനകളെ, രോഗങ്ങളെ എല്ലാം നീക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, നിൻ്റെ മക്കൾ പുത്രനെ വെളിപ്പെടുത്തണമേ. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയെ കണ്ടുകൊണ്ട് TV സ്ക്രീനിന് മുന്നിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ ആശ്വസിപ്പിക്കുന്ന ആണിപ്പാടുള്ള കരത്താൽ തൊടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുതനാമത്തിൻ്റെ ശക്തിയാൽ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ അത്ഭുതനാമത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ ക്യാൻസർ പോലെ മാരകമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ട്യൂമർ വിട്ടുമാറട്ടെ. ഓപ്പറേഷന് വേണ്ടി കാത്തു കിടക്കുന്ന മരണഭീതിയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അഗ്നിയായവരുടെ മേൽ ഇറങ്ങി വരട്ടെ. അപ്പോൾ അവിടുന്ന് വിടുവിക്കുന്നവനും രക്ഷിക്കുന്നവനുമായ ദൈവമാകുന്നു നിൻ്റെ മക്കൾ വിശ്വസിച്ച് കർത്താവിൽ പൂർണ്ണമായി വിശ്വസിപ്പാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നിൻ്റെ മക്കളുടെ മേൽ പകരണമേ.
ഇപ്പോൾ കർത്താവെ, പല വിധത്തിലുള്ള രോഗങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. പിശാചിൻ്റെ ബന്ധനങ്ങൾ അകപ്പെട്ട് തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവെ പുതുക്കിപ്പണിയണമേ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പൈശാചികമായ ബന്ധനങ്ങളിപ്പോൾ നിൻ്റെ മക്കൾ നിന്ന് അഴിഞ്ഞു മാറട്ടെ. അവരുടെ നന്മയുടെ മേലുള്ള ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ വിട്ടുമാറട്ടെ. ആഭിചാര ബന്ധനങ്ങൾ അഴിയട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവേ അവിടുന്ന് ഉന്നതമായ ജയം നൽകണമേ. ഇനി അവരെഴുതുന്ന പരീക്ഷകൾ പരിശുദ്ധാത്മാവ് അവരുടെ ബുദ്ധിമണ്ഡലങ്ങളോട് ഇടപെടണം. പരിശുദ്ധാത്മാവ് അവരെ നയിക്കണം. പരിശുദ്ധാത്മാവ് ഉന്നതമായ ജയം അവർക്ക് നൽകണം. എല്ലാ മഹത്വം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.